വചനമൊഴി ഏപ്രിൽ 17 പെസഹ വ്യാഴം. വചനഭാഗം പുറപ്പാട് 12:1-20, മലാക്കി 1:10-14, 1 കോരിന്തോസ് 11:23-29, യോഹന്നാന്റെ സുവിശേഷം 13:1-14, മത്തായിയുടെ സുവിശേഷം 26, 26-30. വിശുദ്ധ യോഹന്നാൻ, മത്തായി എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിനു മുൻപ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ്കറിയാത്തായുടെ ഉള്ളിൽ ഈശോയെ ഒറ്റുകൊടുക്കാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോകുകയും ചെയ്യുന്നുവെന്നും ഈശോ അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു കച്ചയെടുത്ത് അരയിൽ ചുറ്റി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന കച്ച കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ പാദങ്ങൾ കഴുകുകയോ? ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് നീ അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദങ്ങൾ കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കുകയില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. ഈശോ പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റുകൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എടുത്ത് ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാകുന്നു. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, എന്തെന്നാൽ ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് പുതുതായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ പെസഹ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. പെസഹ കടന്നുപോകലിന്റെ ആഘോഷമാണ്. പഴയ നിയമത്തിൽ പെസഹ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ വിമോചിതമായി കടന്നുപോകുന്നതിന്റെ ഓർമ്മ, ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ വേണ്ടി കർത്താവിന്റെ ദൂതൻ കടന്നുപോകലിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം. അതേ ദിവസം തന്നെ ഈശോ മിശിഹായും പെസഹ ആചരിച്ചുകൊണ്ട് തൻ്റെ കടന്നുപോകലിനെ
മനുഷ്യകുലത്തിന് രക്ഷ നൽകിക്കൊണ്ട് അവിടുന്ന് കടന്നുപോയതിനെ അനുസ്മരിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കടന്നുപോകുന്നു കഴിഞ്ഞപ്പോൾ നിത്യവും അവരുടെ കൂടെ ദൈവിക സാന്നിധ്യം നൽകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന തോറ മോശയിലൂടെ അവർക്ക് നൽകി. പുതിയ നിയമത്തിൽ മിശിഹ കടന്നുപോയപ്പോൾ തൻ്റെ സാന്നിധ്യം നിരന്തരം മനുഷ്യകുലത്തിനു കൂടെയായിരിക്കുവാൻ ദൈവിക സാന്നിധ്യം പരിശുദ്ധ കുർബാനയായി നമുക്ക് നൽകി. പരിശുദ്ധ കുർബാന ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മോടുകൂടി നിത്യവും ദൈവിക സാന്നിധ്യം ആയിരിക്കുവാൻ, ദൃശ്യമായ വിധത്തിൽ ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സാധ്യമാകുന്നു. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയായി ഈശോ നമ്മിൽ വന്ന് വസിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലും ഈശോ നമ്മെ സക്രാരിയാക്കി മാറ്റുകയാണ്. നാം മിശിഹ വസിക്കുന്ന ആലയമായി മാറുന്നു. ഈ ആലയത്തെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ, നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. പരിശുദ്ധ കുർബാന അരുളിക്കാകളിൽ എടുത്ത് പ്രതിഷ്ഠിച്ച് ലോകത്തിനു മുൻപിൽ സാക്ഷ്യമാകുന്നത് പോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ലോകത്തിൻ്റെ മുൻപിൽ അരുളിക്കാകളായി, മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്ന അരുളിക്കാകളായി, മറ്റുള്ളവർക്ക് മിശിഹായെ ദർശിക്കാവുന്ന അരുളിക്കാകളായി മാറണം. അപ്രകാരം മിശിഹായുടെ സ്നേഹം വസിക്കുന്നവരും മിശിഹായുടെ സ്നേഹം പങ്കുവെക്കുന്നവരുമായി മാറുവാനാണ് പെസഹ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധ കുർബാന പ്രതിഷ്ഠിക്കപ്പെടുന്ന സക്രാരി പോലെ നിർമ്മലവും വിശുദ്ധവുമായിരിക്കണമെന്നും, പരിശുദ്ധ കുർബാന ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിക്കുന്ന അരുളിക്ക പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതും നമ്മുടെ സത്പ്രവൃത്തികൾ കണ്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈശോയെ പ്രഘോഷിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.